നമ്മൾ സലാഡ് വെള്ളരി പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പൂത്ത് തുടങ്ങിയ സലാഡ് വെള്ളരി നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കാനുള്ളത് സലാഡ് കൃഷിയിൽ ഈ സലാഡിൻ്റെ തല ഇങ്ങനെ വള്ളിയിൽ പിടിക്കാതെ ഇങ്ങനെ ആടിക്കിടക്കും. ഈ ആടിക്കിടക്കുന്ന വള്ളിയെ നമ്മളിതുപോലെ പിടിച്ച് കെട്ടി പന്തലിലേക്ക് വിടണം. ഇങ്ങനെ കെട്ടണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും. ഇങ്ങനെ പിടിച്ച് വള്ളി വെച്ച് നമ്മളിതിനെ കെട്ടി പന്തലിൽ വരെ നമ്മൾ പന്തലിലെത്തും വരെ കെട്ടി വിട്ടു കൊടുക്കണം. കെട്ടി വിട്ടു കൊടുത്തു കഴിഞ്ഞ ശേഷം ഇത് പന്തലിലെത്തും. പന്തലിലെത്തിയാൽ പന്തലിലാണിത് നല്ലപോലെ കായ്ക്കുന്നത്. പന്തലിലെത്തണം. ഈ വള്ളികളിൽ ഉണ്ടാകുന്ന കായകളെല്ലാം നമ്മൾ പന്തലിൽ വളർത്തുമ്പോഴാണ് നല്ലപോലെ കായ ഉണ്ടാകുന്നത്. ഇതിലുള്ള ഏറ്റവും പ്രധാന ദോഷം നമുക്ക് ഉള്ള പ്രധാന വിഷയമെന്ന് പറയുന്നത് ഇവിടെ കായകൾ കായീച്ച കുത്തിയിട്ട് കായകൾ നശിച്ചു പോകും. ഈ നശിച്ചു പോകാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്നത് വിഷരഹിതമായി നമുക്ക് ചെയ്യാവുന്ന, വിഷം അടിക്കുകയാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വിഷം അടിക്കേണ്ട കാര്യമില്ല. വിഷം അടിക്കാതെ തന്നെ ഈ കായകൾക്ക് നമുക്കിതുപോലെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയെടുത്ത് ഇങ്ങനെ കീറിയ ശേഷം ഇങ്ങനെ കീറിയിട്ട് ഈ കായകളെ ഇതിൽ ഇവിടെ ഇപ്പോൾ നമുക്കൊരു കായുണ്ട്. ഈ കായിനെ നമുക്ക് ഈ കുപ്പിക്കകത്ത് കയറ്റുക. കുപ്പിക്കകത്ത് കയറ്റിയിട്ട് നല്ലപോലെ ആ കംപ്ലീറ്റ് അതിൻ്റെ നെടുപ്പ് കുപ്പിയുടെ താഴെ വരണം, കഴുത്തിന് താഴെ വരണം. എന്നിട്ട് അതിനെ ഇതുപോലെ വള്ളി കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ വള്ളിയിൽ കെട്ടി നിർത്തുക. ഇങ്ങനെ നിർത്തിയിരുന്നാൽ കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാം. ഇങ്ങനെ നമുക്ക് ഇവിടെ ഉണ്ട്, ഇതുണ്ടോ, ഇതുപോലെ കീറിയ കുപ്പിയെ നമ്മൾ ഇതുപോലെ കായ ഇതിനകത്ത് ആ പിഞ്ച് വളരെ ചെറിയായിരിക്കുമ്പോൾ തന്നെ നമ്മളിതിലിടണം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് ഈ വള്ളിയോട് ചേർത്ത് ഈ കുപ്പി കെട്ടണം. കുപ്പി താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കഴുത്തിലിരുന്ന് കായ ഇറുകിപ്പോകും. അങ്ങനെ വരാതിരിക്കാൻ വള്ളിയോട് ചേർന്ന് ഇതുപോലെ നമ്മൾ സലാഡ് വെള്ളരിയുടെ വള്ളിയോട് ചേർന്ന് കുപ്പി ഇതുപോലെ കെട്ടി വെക്കണം. ഇങ്ങനെ കെട്ടി വെച്ചാൽ നമുക്ക് കായകളൊന്നും, ഇതൊക്കെ പരുവം കഴിഞ്ഞു പോയതാണ്, ഇതിലിനി കവറിടാനേ പറ്റുള്ളൂ. അങ്ങനെ കവറും ഇതുപോലെ കുപ്പികളും കൊണ്ട് നമുക്ക് വിഷമില്ലാതെ, വിഷം തളിക്കാതെ തന്നെ ഈ കായകളെ നമുക്ക് പരുവം ആക്കിയെടുക്കാൻ പറ്റും. വിഷമടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് അത് ഹാനികരമാണ്. വിഷമില്ലാതെ ഭക്ഷണം ഉണ്ടാക്കാനാണ് നമ്മളെ ശ്രമം. അത് ഏറെക്കുറെ വിജയിക്കുന്നുണ്ട് എനിക്ക്. ഇനി അതുപോലെ തന്നെ ഇതിന് വളമിടുക. ഇനിയിപ്പോൾ ഇതിനിപ്പോൾ അത്യാവശ്യം എന്ന് പറയുന്നത് കുറച്ച് പൊട്ടാഷ്യം ഒക്കെ വേണം. ആ പൊട്ടാഷ്യം നൈട്രജനും ഒക്കെ ഉള്ള ഒരു സാധനമാണ് നമ്മളെ കോഴിവളം. ആ കോഴിവളം ഇങ്ങനെ നമ്മൾ പുതയിട്ടിട്ടുള്ളതിൻ്റെ പുറത്ത് ഇതുപോലെ അകലെ കൂട്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് ഇടും പോലെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് നല്ല തണ്ടിൽ തട്ടാതെ കുറേ അകലത്തിൽ വേണം ഇതിടേണ്ടത്. ഒരിക്കൽ പോലും കോഴിവളം ചെടിയുടെ തണ്ടിൽ തട്ടുന്ന ലെവലിൽ ഇടരുത്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇനി നമുക്കുള്ളത്, ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് അടുത്ത പ്രാവശ്യത്തേക്ക്, അതായത് ഇനിയിപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ ഇനി ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളിതിൽ പിണ്ണാക്ക് കലക്കി ഒഴിക്കണം. പിണ്ണാക്കുകൾ ഇങ്ങനെ ആഴ്ചയിലൊരിക്കൽ കൊച്ചു വളങ്ങൾ ഇങ്ങനെ കുറേശ്ശെ, വളരെയധികം കൂടുതൽ കൊടുക്കാൻ പാടില്ല, കുറേശ്ശെ വളങ്ങൾ കൊടുത്താൽ നമുക്ക് നല്ല ഈൽഡ് ഇതിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ പിണ്ണാക്കിൻ്റെ കൂട്ടുവളം ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. അതും കൂടെ ഇപ്പോൾ കാണിക്കാം. പിണ്ണാക്ക് എങ്ങനെ നമുക്ക് നല്ല വളമാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ആ കൂട്ടുവളം ഉണ്ടാക്കുന്ന രീതി. ഇവിടെ നമുക്ക് പയർ കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ പയറൊക്കെ നശിച്ചു, മഴ വരുമ്പോൾ പയർ നശിക്കും. ആ പയറൊക്കെ നശിച്ചു. ഇനി നമുക്ക് ഓണക്കൃഷിയാണ്, ഇനി അടുത്ത സീസൺ എന്ന് പറഞ്ഞാൽ ഓണക്കൃഷിയാണ്. ഓണക്കൃഷിക്ക് പടവലം ഇടാനാണ് അത് കണക്കാക്കിയാണ് നമ്മളിവിടെ പയറിട്ടിരുന്നത്. ഇനിയിപ്പോൾ ഈ അടിയിൽ കിടക്കുന്ന കാടുകളെല്ലാം നമ്മൾ പറിച്ചൊരിടത്ത് കൂട്ടും. പറിച്ചൊരിടത്ത് കൂട്ടിയിട്ട് അതിനെ ഒരിക്കലും നശിപ്പിച്ച് കളയില്ല. പറിച്ച് കൂട്ടിയിട്ട് അത് അഴുകുമ്പോൾ
അത് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ പയർ നട്ട് പയർ പൊടിച്ച് വരുമ്പോൾ അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ മൾച്ചിങ്ങിനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഈ താഴെ കിടക്കുന്ന കാടെല്ലാം പറിച്ച് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും. ഒരു ഇല പോലും നമ്മൾ കളയില്ല. കാരണം ഇത് മുഴുവൻ സൗരോർജ സംഭരണിയാണ്. ഈ പച്ചില എന്ന് പറയുന്ന ഊർജത്തിൻ്റെ സംഭരണിയാണ് പച്ചിലകൾ. അതുകൊണ്ട് ഒരില പോലും നമ്മൾ കളയില്ല. അതെല്ലാം നമ്മൾ സസ്യത്തിൻ്റെ മൂട്ടിലേക്ക് തന്നെ കൊടുക്കും. ഇനി നമ്മൾ പിണ്ണാക്ക് കൊണ്ടുള്ള കൂട്ടുവളം, ആ പിണ്ണാക്ക് കൊണ്ടുള്ള കൂട്ടുവളത്തിന് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇടുന്നത് വേപ്പും കുരുവാണ്. വേപ്പും കുരു ഇപ്പം നമ്മളിവിടെ ഇടുന്നത് 150 ഗ്രാം. അത് കഴിഞ്ഞാൽ പരുത്തി പിണ്ണാക്ക്, ഇത് 300 ഗ്രാം. ഇനി തേങ്ങാ പിണ്ണാക്ക്, അതും 300 ഗ്രാം. അടുത്ത് കപ്പലണ്ടി പിണ്ണാക്ക്, അതും 300 ഗ്രാം. അങ്ങനെ 4 പിണ്ണാക്കുകൾ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു 5 ലിറ്റർ ഗോമൂത്രമാണ്. 5 ലിറ്റർ ഗോമൂത്രം. ഇത് കടൽ വെള്ളമാണ്. ഇതൊരു 1.5 ലിറ്റർ കടൽ വെള്ളമുണ്ട്. ഈ 1.5 ലിറ്റർ കടൽ വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി വേണ്ടത് നമ്മുടെ പച്ചവെള്ളമാണ്, നമ്മളെ സാധാരണ വെള്ളം. അതും കൂടെ ഒരു 2 ലിറ്റർ 3 ലിറ്റർ നമ്മൾ ചേർത്ത് അങ്ങിട്ടേക്കും. ഇനി നമ്മൾ മിക്സായി. ഇനി ഇത് നമ്മളൊരു 3 ദിവസം കഴിയുമ്പോൾ ഇതിൽ സാധാരണഗതിയിൽ വേനൽക്കാലത്താണെങ്കിൽ ഇതിൽ 200 ലിറ്റർ വെള്ളം ചേർക്കും. നമ്മൾ വെള്ളങ്ങളെല്ലാം ഒഴിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെങ്ങനെ ഒരു കമ്പ് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഇളക്കൽ പരമാവധി ക്ലോക്ക് വൈസിൽ തന്നെ ഇളക്കണം. ക്ലോക്ക് വൈസ്, അതായത് വലത്തോട്ട് തന്നെ ഇളക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഈ ഇളക്ക് ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം നമ്മൾ ചെയ്യണം. ആ ഇളക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ചാക്ക് കൊണ്ട് ഇതിനെ നമ്മൾ മൂടി വയ്ക്കണം. ഒരു ചാക്ക് കൊണ്ടേ മൂടാവുള്ളൂ. മറ്റേ ഇറുകിയ അടപ്പ് കൊണ്ട് നമ്മളിത് അടച്ചു വയ്ക്കാൻ പാടില്ല. ഇതിനകത്തൊരു ഗ്യാസ് വാം ചെയ്യും. ആ ഗ്യാസ് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാക്ക് കൊണ്ട് ഇതിനെ അടച്ചു വയ്ക്കുന്നത്. ഇത് 60 ലിറ്ററിൻ്റെ ക്യാനാണ്. ഈ 60 ലിറ്റർ നിറച്ചെടുത്താൽ മതി. നിറച്ചെടുത്തിട്ട് ഈ വെള്ളം മഴക്കാലമാണെങ്കിൽ മഴക്കാലത്ത് ഈ 60 ലിറ്റർ കോരി ഓരോന്നിൻ്റെയും മൂട്ടിൽ ഈ മൾച്ചിങ്ങിൻ്റെ മുകളിൽ നമ്മൾ ഒഴിച്ചിരുന്നാൽ കുറേശ്ശെ ഈ വളം അലിഞ്ഞലിഞ്ഞ് താഴേക്ക് ഇറങ്ങി വേര് ഈ ആഹാരം എടുത്തോളും. അങ്ങനെയാണ് നമ്മൾ ഈ കൃഷികൾ ചെയ്യുന്നത്. ഇതൊരു നല്ല കുറച്ച് മെനക്കെട്ടാൽ നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാം, രോഗമില്ലാതെ ജീവിക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വീഡിയോകൾ നമ്മൾ മറ്റുള്ളവരിൽ എത്തിക്കാനും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഇതിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നൊരു അഭ്യർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. ഈ അടുത്ത വീഡിയോ നമ്മൾ ഇടുന്നത് വരേക്കും നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ അഭിവാദ്യം അർപ്പിക്കുന്നു.